ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഗോതമ്പ് മാവ് ഇല്ലെങ്കിലും ഇനി എളുപ്പത്തിൽ പൂരി തയ്യാറാക്കി എടുക്കാം. റവ കൊണ്ട് എളുപ്പത്തിൽ ക്രിസ്പിയും ബലൂണ് പോലുള്ള പൂരി തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇത് ഗോതമ്പ് മാവ് കൊണ്ടുള്ള പൂരി പോലല്ല, തണുത്ത് കഴിഞ്ഞാൽ താന്നു പോകത്തൊന്നുമില്ല, ഇതുപോലെ തന്നെ ഇരിക്കും. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് റവയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് വാങ്ങിയ കവറിൽ വറുത്ത റവയെന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഞാൻ വറുത്തൊന്നും എടുത്തിട്ടില്ല. ഇപ്പോൾ വറുക്കാത്ത റവയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഞാനിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുകയാണേ. പറ്റുന്നത്ര നൈസായിട്ട് പൊടിച്ചെടുക്കുക. പിന്നെ നമ്മൾ റവ എത്ര പൊടിച്ചാലും ഗോതമ്പ് മാവ് പോലെ നല്ല നൈസായിട്ട് പൊടിഞ്ഞ് കിട്ടില്ല. പക്ഷെ മാക്സിമം നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കുക. ഞാനിപ്പോൾ 10 മിനിറ്റ് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പൊടിച്ചെടുക്കുമ്പോൾ നിർത്തി പൊടിച്ചെടുക്കുക കേട്ടോ, അല്ലെങ്കിൽ മിക്സിയുടെ ജാറ് പെട്ടെന്ന് ചൂടായി വരും. ഇനി ഇത് പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ ചെറിയ തരിയായിട്ടേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ സാധാരണ പൊടിയിലോട്ടാണ് ഉപ്പ് ചേർക്കാറ്. ഇപ്പോൾ നിങ്ങൾ കുഴയ്ക്കുന്ന വെള്ളത്തിലോട്ടാണ് ഉപ്പ് ചേർക്കുന്നതെങ്കിൽ അങ്ങനെ ചേർത്താലും മതി. ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. ചൂടുള്ള വെള്ളമൊന്നുമല്ല, ഇതിപ്പോൾ നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ്, ചൂടുമല്ല തണുപ്പുമല്ല. ഇനി കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഏകദേശം 1/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. ഗോതമ്പ് മാവ് പോലെയല്ല റവ, നല്ലവണ്ണം വെള്ളം പിടിച്ചെടുക്കും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുക, അപ്പോഴത്തേക്ക് വെള്ളം പിടിച്ചെടുക്കും. പിന്നെ കുറച്ചും കൂടെ ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. റവ അളന്നെടുത്ത കപ്പിൽ തന്നെ 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ കുഴച്ചെടുത്തത്. സാധാരണ ഗോതമ്പ് മാവ് കൊണ്ട് പൂരി ഉണ്ടാക്കുമ്പോൾ വെള്ളം കുറച്ച് ഒഴിച്ചിട്ടാണ് കുഴച്ചെടുക്കാറ്. പക്ഷേ റവ കൊണ്ട് പൂരി ഉണ്ടാക്കുമ്പോൾ അങ്ങനെയല്ല, കുറച്ച് ലൂസായിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ. ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ടാണ് ഞാൻ കുഴച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇത് നമ്മൾ 1/2 മുതൽ 3/4 മണിക്കൂർ വരെ മാറ്റി വെക്കണം. അപ്പോഴത്തേക്ക് ഇതിലുള്ള വെള്ളം റവ പിടിച്ചെടുക്കും. സാധാരണ നമ്മൾ പൂരിയുടെ മാവ് പോലെ തന്നെ ആയി കിട്ടും കേട്ടോ. ഇങ്ങനെ തന്നെ നമ്മൾ കുഴച്ച് വെക്കണം, അല്ലെങ്കിൽ പൂരി ഉണ്ടാക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് നേരത്തേക്കാളും കുറച്ചും കൂടെ കട്ടിയായി വന്നിട്ടുണ്ട്. ഒന്നും കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നൊന്നും ഇല്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലോട്ട് 2 ടീസ്പൂൺ എണ്ണയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായി കുഴച്ചെടുക്കുക. 5 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കി എടുക്കാം. നിങ്ങൾക്ക് എത്ര സൈസിലുള്ള പൂരിയാണോ വേണ്ടത് ആ സൈസിലുള്ള ഉരുളകളാക്കി എടുക്കുക. ഞാനിപ്പോൾ ചെറിയ പൂരിയാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ 12 ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ മീഡിയം സൈസ് പൂരിയാണെങ്കിൽ ഒരു 9 എണ്ണമൊക്കെ ആക്കിയെടുത്താൽ മതി കേട്ടോ. ഇനി ഇത് പരത്തിയെടുക്കണം. ഞാനിപ്പോൾ ചപ്പാത്തി പ്രസ്സറാണ് യൂസ് ചെയ്യുന്നത്. ചപ്പാത്തി പ്രസ്സറാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. ഇപ്പോൾ സാധാരണ ചപ്പാത്തി പലകയിലാണ് പരത്തി എടുക്കുന്നതെങ്കിൽ എല്ലാ സൈഡും ഒരേ കനത്തിലായിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. എന്നാലേ പൂരി ഇങ്ങനെ ബലൂണ് പോലെ പൊങ്ങി വരുള്ളൂ. ചപ്പാത്തി പലകയിൽ എങ്ങനെയാണ് പൂരി പരത്തി എടുക്കുന്നതെന്ന് നേരത്തെ ഗോതമ്പ് പൊടി കൊണ്ടുള്ള പൂരിയുടെ റെസിപ്പിയിൽ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. പൂരി പ്രസ്സിൻ്റെ അകത്ത് നന്നായിട്ട് എണ്ണ തടവിയതിന് ശേഷം ഇതുപോലെ ഓരോ ഉരുള വെച്ചിട്ട് പ്രസ് ചെയ്തെടുക്കുക. എല്ലാം ഇങ്ങനെ പരത്തി വെച്ചാൽ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. ഇനി വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ചൂടാക്കി എടുക്കുക. തീ ഇപ്പം ഞാൻ മീഡിയത്തിന് ഹൈ ഫ്ലെയിമിൻ്റെ ഇടയ്ക്കാണ് ഇട്ടിരിക്കുന്നത്. ഏതെണ്ണ വേണമെങ്കിലും എടുക്കാം. വെളിച്ചെണ്ണ ആയാലും സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. ഇനി എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരണം. നല്ല ചൂടായിട്ട് വന്നിട്ട് മാത്രമേ പൂരി ഇട്ട് കൊടുക്കാവൂ, എന്നാലേ പൊങ്ങി വരുള്ളൂ. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. നമുക്ക് പൂരി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ എണ്ണ മുകളിലോട്ട് കോരി ഒഴിച്ചു കൊടുക്കുക. തീ ഇപ്പോഴും ഹൈ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. പൊങ്ങി വരാൻ തുടങ്ങുമ്പോഴേക്ക് തവി കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ ആയി വരും. താഴെ ഒന്ന് ലൈറ്റ് ബ്രൗൺ നിറം ആയി തുടങ്ങുമ്പോഴേക്ക് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ആയി വന്നിട്ട് മാത്രമേ തിരിച്ചിടാവൂ കേട്ടോ, അല്ലെങ്കിൽ അകമൊന്നും വെന്ത് കിട്ടില്ല. ഇനി മറിച്ചിട്ട ഭാഗവും ഇതുപോലെ ആയി വരണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, നമുക്ക് കോരി മാറ്റാം. ഇതുപോലെ തന്നെ അടുത്ത പൂരിയും വറുത്തെടുക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, എണ്ണ നല്ല ചൂടായി കിടന്നാൽ മാത്രമേ ഇതുപോലെ പൊങ്ങി വരുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള പൂരിയാണിത്. അപ്പോൾ റവ കൊണ്ട് നേരത്തെ ഞാൻ പൂരിയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പാനിപൂരിയുടെ റെസിപ്പിയിൽ.
അപ്പോൾ അതും ഇതുപോലെ തന്നെയാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. സാധാരണ ഗോതമ്പ് പൊടി കൊണ്ട് പൂരി ഉണ്ടാക്കുന്ന പോലെയല്ല, കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഇത് താന്നൊന്നും പോവില്ല, ഇങ്ങനെ തന്നെ ഇരിക്കും. ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പീസിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.